ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ കിളിപോയ മാരിയോ ഇന്ന് ഒരു മാന്യനായ വ്യക്തിയെ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ആ വ്യക്തി ഇത്രയും മാന്യനായ വ്യക്തിയെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഒന്ന് ആദ്യം കേട്ടിട്ട് ഈ മാന്യ വ്യക്തിയുടെ ലീലാവിലാസങ്ങളും നമുക്കൊന്ന് കണ്ടുവരാം. ആദ്യം ഈ മാന്യ വ്യക്തിയെക്കുറിച്ച് ഇദ്ദേഹം ഉസ്താദിനെ കോട്ട് ചെയ്തുകൊണ്ട് ചെയ്ത ആ വീഡിയോ കുറച്ച് ഭാഗം നമുക്ക് കേൾക്കാം. ഈ അടുത്ത കാലങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ ചില അമ്മായിമാർക്ക് ഭയങ്കര വിശുദ്ധനായ ഒരു ഉസ്താദ് ഉണ്ട്. മുസ്ലിം മാറി എനിക്ക് ആ പൂഞ്ഞാറിലെ അപ്പക്കാളയും അയാളുടെ ഒരു മോനുണ്ടല്ലോ, അപ്പക്കാളയോടും മോനോട് ചോദിക്കുകയാണ്, ഇത് ഏത് തരം ജിഹാദാടാ? ഇത് ഞങ്ങൾ ചോദിക്കാത്ത പൂഞ്ഞാറിലെ അപ്പക്കാള എന്താണാവോ ഈ അപ്പക്കാള? എനിക്ക് സത്യമായിട്ടും അറിഞ്ഞുകൂടാ. കാള എന്ന് പറഞ്ഞാൽ മൂരിയാണെന്ന് എനിക്കറിയാം. മൂരിയും കാളയൊക്കെ ഒന്നിനാന്ന് തോന്നുന്നുണ്ടോ. പിന്നെ അപ്പക്കാള അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും എനിക്ക് ഒന്നറിയാം, ഇങ്ങനെ കൊട്ടിയതും ഒരു മാന്യ വ്യക്തിയെയും അദ്ദേഹത്തിൻ്റെ മോനെയും ഇമാതിരി ഒരു അസഭ്യം പറഞ്ഞതൊക്കെ നല്ല സ്റ്റാൻഡേർഡുള്ള ഉസ്താദിൽ നിന്ന് മാത്രമാണല്ലോ നമ്മുടെ അമ്മായിമാർ പ്രതീക്ഷിക്കുന്നത്, അല്ലേ? ബാക്കി ഈ സ്ഥാനത്ത് ഒരു സ്റ്റെല്ലയായിരുന്നു, ഇപ്പുറത്ത് അസ്ഹറോ താഹിറോ ആണെന്ന് വിചാരിക്കുക. ഇപ്പൊ ഈ അപ്പക്കാള വയറും വീർപ്പിച്ച് അപ്പക്കാളയും മോനും കൂടെ വന്നിട്ട് ഇപ്പൊ ഈ അപ്പക്കാള വയറും വീർപ്പിച്ച് വന്നിട്ട് എന്ന് പറയുമ്പോൾ 2 പ്രാവശ്യം ഇദ്ദേഹം വ്യക്തിഹത്യ ചെയ്തു. അപ്പക്കാള എന്നതും ബോഡി ഷെയ്മിങ്ങും വ്യക്തമായി ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മാന്യനാണ് കേട്ടോ, വളരെ മാന്യൻ. അമ്മായിമാരുണ്ടല്ലോ, അതായത് ഞാനൊരു വീഡിയോ ഇച്ചിരി സ്പീഡാക്കി ഇട്ടു. സ്ലോലി പറയുമ്പം അത് ജനങ്ങൾ മുഴുവനും ക്ഷമയോടെ കേൾക്കില്ല എന്ന് ഓർത്തിട്ട് റെക്കോർഡ് ചെയ്ത സാധനത്തിൻ്റെ സ്പീഡ് 20-30 കൂട്ടിയിട്ടപ്പോഴേക്കും അത് വയലൻസാക്കി മാറ്റിയ അമ്മായിമാരോടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇതിനൊരു വയലൻസും ഇല്ലേ, ഭയങ്കര ശാന്തനായ ഔലിയാണ്, വലിയാണ് കേട്ടോ. ഞങ്ങൾ പറഞ്ഞില്ലേ ഇപ്പൊ എന്താണ് ഒരുത്തിന് പൊങ്ങാത്തത്? ഒരൊറ്റ അച്ഛന്മാരെ പൊങ്ങുന്നില്ല, ഇപ്പൊ നാവും പൊങ്ങുന്നില്ല, ഒന്നും പൊങ്ങുന്നില്ലല്ലോ. ഒരൊറ്റ അച്ഛന്മാർക്കും പൊങ്ങുന്നില്ല, നാവും പൊങ്ങുന്നില്ല, ഒന്നും പൊങ്ങുന്നില്ല. എന്താണാവോ ഉസ്താദ് ഉദ്ദേശിച്ച ഒന്നും? ഉസ്താദിൻ്റെ അതേ ഭാഷയിൽ മറുപടി പറയാൻ നമുക്ക് അറിയാഞ്ഞിട്ടോ നാവ് വഴങ്ങാഞ്ഞിട്ടോ ഒന്നുമല്ല. ഉസ്താദ് ജനിച്ച അതേ കൗമിലാണ് ഞാനും ജനിച്ചത്. ഉസ്താദ് വള്ളിനിക്കറിട്ട് പഠിക്കുമ്പോഴേ ഞാൻ നന്ദി ദാറുസലാം ലീക്കോ ഉസ്താദിൻ്റെ ഹാദിമും കൂടെ ആയിരുന്നു എന്ന് ഓർത്തോണം. പക്ഷേ ഉസ്താദിൻ്റെ അത്ര സംസ്കാര ശൂന്യമായി തരംതാന്ന് പോകാൻ നമ്മളെ കൊണ്ട് പറ്റൂല. കാരണം എൻ്റെ ഗുരു യേശുക്രിസ്തുവാണ്. നിങ്ങൾക്ക് എന്നെ പ്രൊവോക്ക് ചെയ്യാനും പറ്റൂല. എന്ത് തെറി വിളിച്ചാലും ഞാൻ ഇങ്ങനെയാണ് ഉസ്താദെ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ക്രിസ്തീയ വൈദികർ. ഞാൻ അപ്പത്തിൻ്റെ രൂപത്തിൽ എൻ്റെ കർത്താവിന് എനിക്ക് നൽകാൻ സാധിക്കുന്ന മാലാക്കന്മാരെക്കാളും വിശുദ്ധമായ കൈയുള്ള പുരോഹിതന്മാരെ താങ്കൾ ഈ കളിയാക്കിയതുണ്ടല്ലോ, ഒന്നും പൊങ്ങുന്നില്ല എന്ന് പറഞ്ഞ്, അതിന് മറുപടി ഇതിൽ ഞാൻ തരുന്നില്ല. 24 മണിക്കൂറും ഈ സാധനവും പൊക്കി പിടിച്ചുകൊണ്ട് 24 ഭാര്യമാരെടുത്ത് ഓടി നടന്ന ഒരാളുടെ ചരിത്രം ഖുർആനും ഹദീസും തെളിവ് സഹിതം ഞാൻ വേറെ വീഡിയോ ഇട്ട് തരാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ മാന്യനായ, ശുദ്ധനായ, വായിൽ വിരലിട്ട കടിക്കാത്ത, ഈ തെറിയും തങ്കപ്പെട്ട ഈ മനുഷ്യൻ അല്ലെങ്കിൽ ഈ മാന്യൻ ഈയിടെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് കേട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം. കേസെടുക്കാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ച് വീണ്ടും വർഗീയ പ്രസ്താവനയുമായി BJP നേതാവ് PC ജോർജ്. മറ്റുള്ളവർക്ക് ജീവിക്കാൻ അവകാശമില്ലെന്ന് കരുതുന്ന തലമുറയെ മുസ്ലിം സമൂഹം വളർത്തിക്കൊണ്ടുവരുന്നു. ഭാരതത്തോട് സ്നേഹമില്ലാത്ത ഒരുവനും ഇവിടെ ജീവിക്കുന്നത് ശരിയല്ല. ക്രിക്കറ്റ് മാച്ചിൽ പാകിസ്ഥാന്റെ വിക്കറ്റ് പോകുമ്പോൾ ചിലർ അല്ലാഹു അക്ബർ എന്ന് വിളിക്കുന്നു. ഇതിന്റെ പേരിൽ പിണറായി ഒരു കേസ് കൂടിയെടുത്താലും തനിക്ക് പ്രശ്നമില്ലെന്നും കോടതിയിൽ തീർത്തോളാമെന്നും PC ജോർജ് പറഞ്ഞു. ക്രൈസ്തവ വിഭാഗങ്ങളെ എന്നല്ല, മുസ്ലിം അല്ലാത്തവർക്ക് ജീവിക്കാൻ അവകാശമില്ലെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയെ വളർത്തിക്കൊണ്ടുവരുന്നത് ശരിയാണോ എന്ന് മുസ്ലിം സമൂഹം ചർച്ച ചെയ്യണം എന്ന് അഭിപ്രായം പറയാൻ ഞാൻ മടിക്കുന്നില്ല. ഭാരതത്തോട് സ്നേഹമില്ലാത്ത ഒരുവരും ഭാരതത്തിന്റെ മണ്ണിൽ ജീവിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത് പറയുമ്പോൾ എന്നെ പേടിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. ഇവിടെ ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ക്രിക്കറ്റ് കളിക്കുക. എനിക്കൊരു മടിയിൽ ഞാനിങ്ങനെ എന്റെ ദൈവമേ ഇന്ത്യയുടെ വിക്കറ്റ് പോകരുതെന്ന് പ്രാർത്ഥിച്ച് ഞാൻ നോക്കിയിരിക്കും. നമ്മുടെ വിക്കറ്റ് പോകുമ്പോൾ ഇവന്മാർക്ക് ഒരു പ്രശ്നമില്ല. പാകിസ്ഥാന്റെ വിക്കറ്റ് പോകുമ്പോൾ അല്ലാഹു അക്ബർ, അല്ലാഹ്
സഹിക്കുന്നില്ല. അതിനെ മര്യാദയാ? ഇന്ത്യയുടെ വിക്കറ്റ് പോകുമ്പോഴേ അവൻ ദുഃഖിക്കേണ്ടത്. അതിനുപകരം പാകിസ്ഥാന്റെ വിക്കറ്റ് പോകുന്നത് സന്തോഷിക്കുന്ന ആ മാനസിക നിലയുള്ള ഒറ്റ ഒരുത്തരും ഈ ഭാരതത്തിൽ ജീവിക്കാൻ അവകാശമില്ലാത്തവനാണെന്നാണ് എൻ്റെ അഭിപ്രായം. വേണമെങ്കിൽ പിണറായി വിജയൻ നാളെ ഒരു കേസ് കൂടെ എൻ്റെ പേരിൽ എടുക്കാം. ഇപ്പോൾ 10-12 ഉണ്ട്. എനിക്കൊരു വിരോധമില്ല. ഞാൻ വളരെ പച്ചയ്ക്ക് ഇതിനെ പറയുകയാണ്. എൻ്റെ അഭിപ്രായം ഇതാണ്. കേസെടുത്തു, ഞാൻ കോടതി പോയി തീർത്തോളാം. അതാണ് എനിക്ക് പറയാം. ഞാൻ പറയുന്നത് ഈ രാജ്യത്തെ നശിപ്പിച്ചതിൽ ഒന്നാം പ്രതി ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത് മുസൽമാനാണ്. കടിച്ചൊക്കെ പറയാം, എന്നാ കുഴപ്പം? മുസൽമാനാണ്. അങ്ങനെ വാപ്പ മോത്തിലാൽ നെഹ്റു മുസ്ലിം എന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ. മോത്തിലാലിൻ്റെ വാപ്പ മുസ്ലിമാണെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ദൈവവിശ്വാസം ഇല്ലെന്ന് പറഞ്ഞ് കളിപ്പിൽ കഴിച്ച് മനുഷ്യടക്കാം. പുള്ളി പെരയ്ക്കാത്തല്ലേ പെരയ്ക്കാത്ത 5 പേര് നിൽക്കരിക്കും. മനസ്സിലായോ? പുള്ളി എന്നിട്ട് ദൈവവിശ്വാസം ഇല്ലെന്ന് നടക്കുക. പുള്ളി മോത്തിലാൽ നെഹ്റു മുസ്ലിമാണെന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ടോ? അങ്ങനെ മുസ്ലിം അല്ലേ ഇപ്പം നെഹ്റു? പിന്നെ നെഹ്റു അല്ലെന്ന് പറയാം. ഇല്ല, മത്തായിയുടെ പുസ്തകം വായിരം അപ്പം മനസ്സിലാവും. മനസ്സിലായി? മത്ത എഴുതിയിട്ടുണ്ട്, അത് വായിച്ചു. അപ്പോൾ കിളി പോയ മാരിയോ പറഞ്ഞ മാന്യനായ വ്യക്തി പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. അപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ മറ്റു സാഹചര്യങ്ങളിലൂടെ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഇദ്ദേഹം ഒറ്റ നേരത്തെ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രകോപനത്തിൽ സ്വന്തം ഭാര്യയെ തല അടിച്ചു പൊട്ടിച്ച ഇദ്ദേഹം 100-ൽ നിന്നും 0-ലേക്ക് ഒരു നിമിഷത്തിൽ വീണു. എന്തായാലും ക്രിസ്ത്യൻ സമൂഹം ഇതോടെ ഇദ്ദേഹത്തെ ചവിറ്റുകൊട്ടയിൽ എറിഞ്ഞു. ഇപ്പോൾ സംഘികളുടെ കുറച്ച് പിന്തുണ കിട്ടുമോ എന്ന് നോക്കാൻ സോഷ്യൽ മീഡിയയിലൂടെ ഇദ്ദേഹം കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായങ്ങളാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. എന്തായാലും ഇദ്ദേഹം കരുതുന്ന നാടല്ല കേരളം. അല്ലെങ്കിൽ സംഘികളും കുറച്ച് മാന്യന്മാരാണ്. കാരണം അവരുടെ സപ്പോർട്ടും അദ്ദേഹത്തിന് കിട്ടുന്നില്ല എന്നാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ വ്യൂസിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.